അപ്പം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് AR ദേശായി അദ്ദേഹം ഏത് രീതിയിലാണ് ഇന്ത്യൻ സൊസൈറ്റിയെ കാണുന്നത്. സോ വാട്ട് ആർ ദ വ്യൂസ് ഓഫ് AR ദേശായി ഓൺ ഇന്ത്യൻ സൊസൈറ്റി. സോ he makes an attempt to understand a political and economic history of Indian society. Okay, and he considers that history is not sociology, but sociological understanding of reality cannot be complete without interpretation of historical data. ഓക്കെ, അപ്പോൾ അദ്ദേഹം പറയുന്നതൊരു കാര്യം, അദ്ദേഹം ഇന്ത്യൻ സൊസൈറ്റിയെ അല്ലെങ്കിൽ ഇന്ത്യൻ സൊസൈറ്റിയുടെ രാഷ്ട്രീയവും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ചരിത്രത്തെ ഉണ്ടാക്കിയെടുക്കാനാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഒരിക്കലും ചരിത്രപരമായിട്ടുള്ള രേഖകളില്ലാതെ ഒരിക്കലും നമുക്ക് സോഷ്യോളജിക്കലായിട്ടുള്ള ചില റിയാലിറ്റിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മനസ്സിലാക്കിയെടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ സമൂഹത്തെ നമുക്ക് മനസ്സിലാക്കിയെടുക്കണമെങ്കിൽ അവിടെ ചരിത്രപരമായിട്ടുള്ള ചില രേഖകൾ ആവശ്യമാണ് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. Okay, so he considers foundation of Indian society is based on the modes of production that evolved during different points of time. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഒരു അടിത്തറ അല്ലെങ്കിൽ ഇന്ത്യൻ സമൂഹം ഏത് രീതിയിലാണ് ഉണ്ടായി വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ഇദ്ദേഹം പറയുന്നത് ഇന്ത്യയിലുണ്ടായിരുന്ന ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഓക്കെ, അതായത് ഇന്ത്യയിലുണ്ടായിരുന്ന വിവിധങ്ങളായിട്ടുള്ള കാലഘട്ടങ്ങളിൽ ഇന്ത്യൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന ഉൽപ്പാദന രീതികളെയാണ് എന്ത് ചെയ്യുന്നത് ഇദ്ദേഹം, ആ ഉൽപ്പാദന രീതികളുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യൻ സമൂഹം ഉണ്ടായി വരുന്നത്, അല്ലെങ്കിൽ ഇന്ത്യൻ സമൂഹം അല്ലെങ്കിൽ ഇന്ത്യൻ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ എക്കണോമിക് ഹിസ്റ്ററി ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഇദ്ദേഹം പറയുന്നത്. സോ he divides economic history of India into three distinctive stages, that is pre-colonial, colonial and post-colonial stage. അപ്പം ഇദ്ദേഹം ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഈ ഒരു മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ ഈ ഒരു ഹിസ്റ്ററിയെ, ഈ ഒരു ചരിത്രത്തെ അദ്ദേഹം 3 രീതിയിലാണ് എന്ത് ചെയ്യുന്നത് കാണുന്നത്. ഒന്ന് പ്രീ കൊളോണിയൽ, അതുപോലെ തന്നെ കൊളോണിയൽ സ്റ്റേജ്, അതുപോലെ തന്നെ പോസ്റ്റ് കൊളോണിയൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അത് ബ്രിട്ടീഷുകാരെ അല്ലെങ്കിൽ കോളനിവൽക്കരണത്തിന് മുന്നും അതുപോലെ തന്നെ കോളനിവൽക്കരണത്തിന് ശേഷം അതുപോലെ തന്നെ കോളനിവൽക്കരണ സമയവും, ഇങ്ങനെ 3 രീതിയിലാണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യൻ സാമ്പത്തിക ചരിത്രത്തെ എന്ത് ചെയ്യുന്നത് AR ദേശായി എന്ത് ചെയ്യുന്നത് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ according to AR ദേശായി, what is the transformation of Indian society? ഇന്ത്യൻ സൊസൈറ്റിയുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്നത് ഫ്യൂഡൽ എക്കണോമിക് നിന്ന് ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിലേക്കുള്ളൊരു കടന്നുകയറ്റം, അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിലേക്ക് ഇന്ത്യ മൂവ് ചെയ്യുന്ന ആസ് എ റിസൾട്ട് ഓഫ് ദ ബ്രിട്ടീഷ് കോൺക്വസ്റ്റ് ഓഫ് ഇന്ത്യ. ബ്രിട്ടീഷുകാർ ഇന്ത്യയെ പിടിച്ചെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യയിലുണ്ടായിരുന്ന ഫ്യൂഡൽ സാമ്പത്തിക വ്യവസ്ഥ എന്ത് ചെയ്യുന്നത് മുതലാളിത്ത സാമ്പത്തിക വ്യവസ്ഥയായിട്ട് എന്ത് ചെയ്യുന്നത് മാറുന്നത്. ഓക്കെ, ദ ക്യാപിറ്റലിസ്റ്റ് പാത്ത് ഓഫ് ഡെവലപ്മെൻറ്റ് വാസ് അഡോപ്റ്റഡ് ബ്രിട്ടീഷേഴ്സ് ഇൻ ദ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് പോളിസീസ് അറ്റ് ദ ലെവൽസ് ഓഫ് ട്രേഡ്, ഇൻഡസ്ട്രി ആൻഡ് ഫിനാൻസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിലേക്കുള്ള ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഒരു വികസനം അല്ലെങ്കിൽ ഒരു പാത എന്ന് പറയുന്നത് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് രാഷ്ട്രീയവും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള വിവിധങ്ങളായുള്ള പോളിസീസാണ്. ആ പോളിസീസ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് കച്ചവട മേഖലയിലും അതുപോലെ തന്നെ വ്യാപാര മേഖലയിലും അതുപോലെ തന്നെ വ്യവസായ മേഖലയിലും എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു പോളിസീസ് എന്ത് ചെയ്യുന്നുണ്ട് നടപ്പിലാക്കിയതിൻ്റെ ഫലമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യൻ സമൂഹത്തിന് അല്ലെങ്കിൽ ഇന്ത്യൻ എക്കണോമി എന്ത് ചെയ്യുന്നത് ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിലേക്ക് എന്ത് ചെയ്യുന്നത് മൂവ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഇദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. Okay, with the introduction of new economic reforms, there was no disruption of old economic system. ഓക്കെ, അപ്പോൾ പുതിയ രീതിയിലുള്ള എക്കണോമിക് റിഫോംസുകൾ എന്ത് ചെയ്യുന്നു ഉണ്ടായി വരുന്നു. എന്നാൽ ഇന്ത്യയിൽ
എന്നാൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന എന്താണ് സാമ്പത്തികമായിട്ട് വ്യവസ്ഥിതിയെ ഒരിക്കലും തടസ്സം നിൽക്കാത്ത രീതിയിലാണ് പുതിയ രീതിയിലുള്ള സാമ്പത്തിക നയങ്ങളെ, പുതിയ രീതിയിലുള്ള സാമ്പത്തിക സമീപനങ്ങളെ എന്ത് ചെയ്യുന്നത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നത് നടപ്പിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലുണ്ടായിരുന്ന ആ ഒരു നിലവിലുള്ള ആ ഒരു സാമ്പത്തിക വ്യവസ്ഥിതിയെ നിലനിർത്തിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നത് ഇന്ത്യയിൽ പുതിയ സാമ്പത്തികമായിട്ടുള്ള നയങ്ങളെ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ദ ഓൾഡ് ലാൻഡ് റിലേഷൻസ് ആൻഡ് ആർട്ടിസൻസ് ഗോട്ട് റീപ്ലേസ് വിത്ത് ദ ന്യൂ ലാൻഡ് റിലേഷൻസ് ആൻഡ് മോഡേൺ ഇൻഡസ്ട്രീസ്. അപ്പോൾ ഇവിടെ എന്താണ് ഭൂമിയുടെ അവകാശങ്ങളും അതുപോലെ തന്നെ ആ ഭൂമിയിൽ പണിയെടുക്കുന്ന ആളുകളുടെ കാര്യങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട് പുതിയ രീതിയിലുള്ള മാറ്റങ്ങൾ, അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള ഭൂമി അവകാശങ്ങളും അതുപോലെ തന്നെ പുതിയ രീതിയിലുള്ള ഇൻഡസ്ട്രീസും എന്ത് ചെയ്യുന്നു ഈ ഒരു ബ്രിട്ടീഷുകാരുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ വരുന്നു, ഇന്ത്യയിലുള്ള ഗ്രാമാന്തരങ്ങളിൽ എന്ത് ചെയ്യുന്നു വരുന്നു എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഇദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ഓക്കെ, ദർ വാസ് ദ എമർജൻസ് ഓഫ് സെമീന്ദാർ ആസ് പ്രൈവറ്റ് ഓണേഴ്സ് ഓഫ് ദി ലാൻഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത് സെമീന്ദാസ്. ആ സെമീന്ദാസ് എന്ന് പറയുന്നതാണ് ദേ ആർ ദി പ്രൈവറ്റ് ഓണേഴ്സ് ഓഫ് ദി ലാൻഡ്. അപ്പോൾ ഈ ലാൻഡ്സിൻ്റെയൊക്കെ പ്രൈവറ്റ് ഓണേഴ്സ് എന്ന് പറയുന്നത് എന്താണ് സെമീന്ദാസ് ആണ്. ഈവൻ ന്യൂ ക്ലാസ് ഗ്രൂപ്പ്സ് ആൾസോ എമേർജ് ദിസ് ദ ഷിഫ്റ്റ് ഇൻ ദ എക്കണോമിക് സിസ്റ്റം വിച്ച് ഇൻക്ലൂഡ് the group like agriculture laborers, then merchants and tenants. അപ്പോൾ ഒരേ സമയം ഈ ഒരു സെമീന്ദാസും അതിലേക്കപ്പുറത്തായിട്ടുള്ള പുതിയൊരു എന്താണ് ക്ലാസ് ഗ്രൂപ്പ്സും എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു എക്കണോമിക് സിസ്റ്റം ചേഞ്ച് ചെയ്യുന്നതിന് ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു ഇന്ത്യയിൽ എമർജ് ചെയ്യുന്നു എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഇദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ എക്സാമ്പിളാണ് അഗ്രികൾച്ചർ ലാബേഴ്സും അതുപോലെ തന്നെ മെർച്ചൻസുകളും അതുപോലെ തന്നെ ടെനൻസ് എന്ന് പറയുന്ന, അതായത് ലൈക്ക് ടെനൻറ്ററീസ് എന്ന് പറയുന്ന മൈഗ്രൻസ് ലാബേഴ്സ് എന്ന് പറയുന്ന കുടിയാന്മാരും എന്ത് ചെയ്യുന്ന ഈ ഒരു വിഭാഗത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ന്യൂ ക്ലാസ് ഗ്രൂപ്പ്സിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ദ ന്യൂ ലാൻഡ് റവന്യൂ സിസ്റ്റം, കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ, ഫ്രാഗ്മെൻറ്റൈസേഷൻ ഓഫ് ലാൻഡ് ആൾസോ ലീഡ് ടു ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ വില്ലേജ്. അപ്പോൾ ഇന്ത്യൻ സമൂഹം, ഞാൻ നേരത്തെ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നൊരു കാര്യം, ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നു ഓൾറെഡി ഉള്ള ഈ ഒരു എന്താണ് എക്കണോമിക് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ് ഫ്യൂഡൽ അല്ലെങ്കിൽ ജമീന്ദാർ സിസ്റ്റം ഓഫ് എക്കണോമിക് സിസ്റ്റമാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സിസ്റ്റം എന്ത് ചെയ്യുന്നുണ്ട് ഈ ബ്രിട്ടീഷ് കൊളോണിയൽ ഗ്രൂപ്പ്സ് വരുന്നതിൻ്റെ ഭാഗമായിട്ട് ക്യാപിറ്റലിസ്റ്റ് ഗ്രൂപ്പ്സുകളായിട്ട് അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റമായിട്ട് എന്ത് ചെയ്യുന്നു മാറുന്നു എന്നുള്ളതാണ്. അതിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ടുള്ള പുതിയ എന്താണ് ലാൻഡ് റവന്യൂ സിസ്റ്റംസും അതുപോലെ തന്നെ കാർഷിക മേഖലയെ എന്ത് ചെയ്യുന്നു വാണിജ്യവൽക്കരിക്കുന്നു, അതുപോലെ തന്നെ ലാൻഡിനെ ഫ്രാഗ്മെൻറ്റ് ചെയ്യുന്നു. അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു ഇന്ത്യൻ സമൂഹത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഒരുപാട് വില്ലേജസിനകത്ത് മാറ്റങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. ഓക്കെ, ദീസ് ആൾസോ ദ റിസൾട്ട് ഇൻ ദ പോളറൈസേഷൻ ഓഫ് classes in agrarian areas, poverty in rural areas and exploitation of classes by the land owners. ഓക്കെ, അപ്പോൾ ഒരേ സമയം ക്ലാസ്സുകൾ എന്ത് ചെയ്യുന്നു രൂപപ്പെടുന്നു. ആ ക്ലാസ്സുകൾ തന്നെ എന്ത് ചെയ്യുന്നു അഗ്രേറിയൻ ഏരിയാസിനകത്ത് ഡിഫറെൻറ്റ് ക്ലാസ്സുകളായിട്ട് വരുന്നു. അതുപോലെ തന്നെ ഈ ലാൻഡ് ഓണേഴ്സ് എന്ത് ചെയ്യുന്നു റൂറൽ ഏരിയാസിനകത്തുള്ള ക്ലാസ്സസിനെ അല്ലെങ്കിൽ അവിടെയുള്ള ഗ്രൂപ്പ്സിനെ എന്ത് ചെയ്യുന്നു മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. സോ ദി സെയിം പ്രോബ്ലം, ദ സെയിം തിങ് സിമിലർലി ഇൻ അർബൻ society, there were capitalist, industrial, working class and petty traders and professional class of doctors, lawyers and engineers. അപ്പോൾ ഇവിടെയും എന്ത് ചെയ്യുന്നു അർബൻ സൊസൈറ്റിയിലും ഈ സെയിം പ്രോബ്ലംസ് എന്ത് ചെയ്യുന്നു ഈ ഇൻഡസ്ട്രിയൽ വർക്കിംഗ് ക്ലാസ്സും അതുപോലെ തന്നെ അവിടെയുള്ള ഡോക്ടേഴ്സും ലോയേഴ്സും ഇവരൊക്കെ എന്ത് ചെയ്യുന്നു സെയിം പ്രോബ്ലത്തിനെ എന്ത് ചെയ്യുന്നു ഫേസ് ചെയ്യുന്നു എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഇദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. സോ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് റെയിൽസ് ആൻഡ് പോസ്റ്റൽ സർവീസസ് യൂണിഫോം laws also brought the qualitative change in the Indian society.
even though Britishers had the exploitative mechanism, still it resulted in the unification of Indian society. ഇപ്പോൾ ഈ ഇന്ത്യൻ സമൂഹത്തെ ഒന്നായി മാറ്റുന്നതിനകത്ത് എന്താണ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ടുള്ള എന്താണ് ഈ ഒരു എക്സ്പ്ലോയിറ്റേറ്റീവ് മെക്കാനിസം ഒരേ രീതിയിൽ ഇൻഫ്ലുവൻസ് വരുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ അവർ കൊണ്ടുവന്നിട്ടുള്ള റെയിൽവേസും അതുപോലെ തന്നെ പോസ്റ്റൽ സർവീസസും യൂണിഫോം ലോസൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ ഇന്ത്യൻ സമൂഹത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. സോ ഓൾ ദീസ് ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് ലീഡ് ടു ദി ഡെവലപ്മെൻറ്റ് ഓഫ് ഇന്ത്യൻ നാഷണലിസം ആൻഡ് ലീഡിങ് ടു ദി നാഷണലിസ്റ്റ് ഫ്രീഡം മൂവ്മെൻറ്റ്. അപ്പോൾ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ നാഷണലിസം ഡെവലപ്പ് ചെയ്യുന്നു. ആ ഇന്ത്യൻ നാഷണലിസമാണ് പിന്നെ നാഷണലിസ്റ്റ് ഫ്രീഡം മൂവ്മെൻറ്റിലേക്ക് എന്ത് ചെയ്യുന്നത്, ലീഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ആ ഇന്ത്യയുടെ ചരിത്രത്തിനകത്ത് ആ ചരിത്രത്തെ എന്താണ് 3 രീതിയിലാണ് എന്ത് ചെയ്യുന്നത് ഏകദേശമായി എന്ത് ചെയ്യുന്നത് കാണുന്നത്. ഒന്ന് പ്രീ കൊളോണിയൽ പീരീഡ്. ആ പ്രീ കൊളോണിയൽ പീരീഡിനകത്ത് ഇന്ത്യയിൽ ഒരുപാട് കാസ്റ്റ് ഗ്രൂപ്പ്സുകളുണ്ടായിരുന്നു. ആ കാസ്റ്റ് ഗ്രൂപ്പ്സിൻ്റെ കയ്യിലായിരുന്നു ഇന്ത്യയിലുണ്ടായിരുന്ന ലാൻഡ്സുകൾ എന്ന് പറയുന്നത്. ആ ലാൻഡ്സ് ഓൺ ചെയ്തിട്ടുള്ള ചില ജമീന്ദാർസാണ്, അവരാണ് എന്ത് ചെയ്യുന്നത് ലാൻഡ്സ് ഓടുന്നത്. അപ്പോൾ അവിടെയും കാസ്റ്റിൻ്റെ ബേസിലായിട്ടുള്ള ഗ്രൂപ്പ്സുകളാണ് എന്ത് ചെയ്യുന്നത് ഈ മോഡ്സ് ഓഫ് പ്രൊഡക്ഷനെ എന്ത് ചെയ്യുന്നത് കൺട്രോൾ ചെയ്യുന്നത്. പിന്നീട് കൊളോണിയൽ സ്റ്റേജിലേക്ക് വരുമ്പോൾ ആ കൊളോണിയൽ സ്റ്റേജിനകത്ത് എന്താണ് ബ്രിട്ടീഷുകാർ നേരിട്ടോ അല്ലാതെയോ ആണ് എന്ത് ചെയ്യുന്നത് ഈ ലാൻഡിനെ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്ന അവർ പുതിയ രീതിയിലുള്ള റവന്യൂ സിസ്റ്റംസുകൾ എന്ത് ചെയ്യുന്നു ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ ഒരുപാട് ഇൻഡസ്ട്രീസുകൾ അവർ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ എന്താണ് ഒരേ രീതിയിൽ എന്ത് ചെയ്യുന്നു ക്ലാസ്സുകൾ രൂപപ്പെടുന്നു, വർഗ്ഗങ്ങൾ എന്ത് ചെയ്യുന്നു രൂപപ്പെടുന്നു എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, സോ ഏകദേശ ഈസ് മേജർ റൈറ്റിങ്സ് can be clubbed in 4 broad categories. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു തിയറീസിനകത്ത് അദ്ദേഹം കൊണ്ടുവരുന്ന റൈറ്റിങ്സിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്ന 4 രീതിയിലാണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യൻ സമൂഹത്തെ അദ്ദേഹം അപ്രോച്ച് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ 4 രീതിയിലാണ് ഇന്ത്യൻ സമൂഹത്തെ പഠിക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത്. അത് ഒന്നാമത്തെ കാര്യം ഇന്ത്യയുടെ ദേശീയത തന്നെയാണ്, ദറ്റ് ഈസ് ഇന്ത്യൻ നാഷണലിസം. ആൻഡ് സെക്കൻഡ് വൺ ദ പാത്ത് ഓഫ് ഡെവലപ്മെൻറ്റ്, ഇന്ത്യൻ സമൂഹത്തിൻ്റെ വികസനം. അതുപോലെ തന്നെ പെസൻസ് മൂവ്മെൻറ്റ്സ്. ഓക്കെ, ഇന്ത്യയിലുണ്ടായിരുന്ന ഒരുപാട് പെസൻസ് മൂവ്മെൻറ്റ്സിനെ കുറിച്ച് എന്ത് ചെയ്യുന്നു അദ്ദേഹം റീഡ് ചെയ്യുന്നു. ദെൻ സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി, ഡെമോക്രാറ്റിക് റൈറ്റ്സ്, ഇത്രയും കാര്യങ്ങളെയാണ് എന്ത് ചെയ്യുന്നത് മെയിനായിട്ട് എന്ത് ചെയ്യുന്നത് അദ്ദേഹം ഫോക്കസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഈ ഒരു 4 ബ്രോഡ് കാറ്റഗറീസിനെയാണ് എന്ത് ചെയ്യുന്നത് ഡിബേറ്റ് ചെയ്യുന്നതും ഡിസ്കസ് ചെയ്യുന്നതും. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആ ഒരു സിസ്റ്റത്തെയും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള എന്താണ് ന്യൂ എക്കണോമിക് റിഫോംസിനെയാണ് എന്ത് ചെയ്യുന്നത് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത് പഠിക്കുന്നത്. ഓക്കെ.